നമുക്ക് ക്യാപ്സിക്കം കൊണ്ട് ഒരു അടിപൊളി മസാലക്കറി ഉണ്ടാക്കാവേ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിനകത്ത് അധികം ചേരുവകളൊന്നും ഇല്ലതാനും നമ്മുടെ വീട്ടിലുള്ള സാധനം, പിന്നെ അഡീഷണൽ നമുക്ക് വേണ്ട ഒരു ക്യാപ്സിക്കം മേടിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതുകൊണ്ട് നമുക്ക് ചപ്പാത്തിക്കോ അല്ലെങ്കിൽ അപ്പത്തിനോ ചോറിനോ ഒക്കെ നമുക്കിത് കൂട്ടാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു പാൻ അടുപ്പ് വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഒരു സവാള നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞിടണം. ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഒരെണ്ണം എടുത്ത് അത് ക്യൂബായിട്ട് അരിഞ്ഞ് നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം. ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. കാരണം ഇതെല്ലാം ഒന്ന് പച്ചയൊന്ന് ചുവയൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി മാറ്റി വെക്കുന്നത്. വഴറ്റിയതിന് ശേഷം നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് അത് കോരിയെടുക്കണം. ശേഷം അതേ പാനിൽ തന്നെ നമ്മൾ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നല്ല ജീരകം എന്ന് പറയും, അതായത് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ നമ്മൾ പൊടിച്ചെടുക്കണം. എന്നിട്ട് അതിനകത്ത് 1 സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് അതിനൊപ്പം ഇട്ട് ഇത് 3 കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു സവോള മുഴുവൻ എടുക്കേണ്ട, 1/2 സവോള എടുത്തിട്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ വഴറ്റി ചേർക്കണം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒരു തക്കാളിക്ക അത് നമ്മൾ അതും ക്യൂബായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഞാനിവിടെ എല്ലാം കുറച്ച് എടുത്തിരിക്കുള്ളൂ. ആൾക്കാർ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കണം. ഞാനിവിടെ എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, അത് കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ തൈരും കൂടി ഇട്ട് നമ്മൾ നല്ലതായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കണം. മിക്സ് ചെയ്ത് എന്നാൽ എല്ലാത്തിലും ഈ അരപ്പ് പറ്റണം. നല്ല കട്ടത്തൈര് 1 സ്പൂണ് മതി. ഞാനിപ്പോൾ കുറച്ച് എവിടെ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് 1 സ്പൂണ്. നിങ്ങൾ കൂടുതൽ ക്യാപ്സിക്കം എടുക്കുവാണെങ്കിൽ കൂടുതൽ തൈര് ചേർത്തോണം കേട്ടോ. കോരി വെച്ച ക്യാപ്സിക്കവും കൂടി ഇതിനകത്തിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് തിളയ്ക്കാൻ വെക്കണം. ആവശ്യത്തിന് ഉപ്പിടാവുള്ളൂ, ഒത്തിരി ഉപ്പിടരുത്. ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പുകൂടി ഇളക്കണം കേട്ടോ. ഇനി നല്ലതായിട്ട് കറി തിളച്ചതിന് ശേഷം നമ്മൾ മൂടിലെടുത്ത് നോക്കണം എല്ലാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി മല്ലിയില അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇടണം. ഈ ക്യാപ്സിക്കം നല്ല ഒരു ടേസ്റ്റുള്ള കറിയാണ്. ഇത് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ദോശയ്ക്കോ ചപ്പാത്തിക്കോ ഇഡ്ഡലിക്കോ ഒക്കെ നമുക്കിത് കൂട്ടാൻ പറ്റും. ഇത് വലിയ ചിലവും ഇല്ല ഇത് ഉണ്ടാക്കുന്നതിന്. വീട്ടിലുള്ള സാധനമൊക്കെ മതി. പിന്നെ അഡീഷണൽ നമുക്ക് വേണ്ടത് 2 ക്യാപ്സിക്കം മേടിക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ചോറിനൊക്കെ ആണെങ്കിലും നല്ലതാണ്. ഇത് ചെറിയ പുളിയും എരിവും എല്ലാം കൂടെ ഉള്ള ഒരു കറിയാണ്. അതുകൊണ്ട് തൈരൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് നല്ലൊരു പുളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ വേറെ ഒന്നും കറി വെക്കാനൊന്നും ഇല്ലെന്ന് വരിയിൽ ഒരു ക്യാപ്സിക്കം എടുത്ത് നമുക്ക് ഇതുപോലെയൊക്കെ വെച്ചാൽ നല്ലതാണ് കഞ്ഞിക്കൊക്കെ കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു വിരുന്നുകാരൊക്കെ വന്നാൽ നമ്മൾക്ക് ഇങ്ങനെ വെച്ച് അവർക്കും കൊടുക്കാൻ പറ്റും. നമ്മുടെ ചാനലിൽ ചെറിയ ഇത്തരം കറികളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കയറി ഒന്ന് നോക്കണേ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നൊരു കമൻറ്റ് കണ്ടു.
അതിന് നിങ്ങൾ സബ്സ്ക്രൈബർ സൈഡിലുള്ള ഒരു ബെല്ലൊന്ന് ഓൺ ആക്കി ഇട്ടാൽ മതിയേ. ഇത് കറി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ കറിയെക്കുറിച്ചുള്ള ഒരു കമൻ്റ് ഒന്ന് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.